ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ മഴയും മൂടലൊക്കെ മൂലം ഉണ്ടല്ലോ, നമ്മുടെ കുറേ കാര്യങ്ങൾ, കുറേ പണികളും കുറേ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ടോ. ഇന്ന് രാവിലെ തന്നെ വെയിൽ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൊക്കോക്ക പകുതി ഉണക്കായതായിരുന്നു, പക്ഷെ അത് പൂത്തിരിക്കണുണ്ടോ. ഞാനൊരു കവറിലിട്ട് വെച്ചേക്കുമായിരുന്നു. അതപ്പോൾ ആദ്യം തന്നെ ഞാൻ വെയിലത്തിടും കേട്ടോ. നല്ല പൂപ്പലായി. ഇത് ഒരാഴ്ചത്തെ മൂടലിനും ഒക്കെ ശേഷം ഇന്ന് നല്ല വെയിൽ അങ്ങനെ തെളിഞ്ഞിട്ടില്ല, എന്നാലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നിരത്തിയിടട്ടെ. പിന്നെ കുറേ തുണികളൊക്കെ എല്ലാം അഴയക്കോടെ വിരിച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വെയിലത്തെടുത്തിടണം. പിന്നെ നമ്മുടെ കുറേ പണികളുണ്ട് പെൻഡിങ്ങിലായത്. ഓൾറെഡി ഞാനിവിടെ കുറേ തുണി വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട്. ഇപ്പം മഴ അങ്ങ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാം ബെഡ്ഷീറ്റും പുതപ്പും ഓൾറെഡി തണുപ്പായിരുന്നല്ലോ. അപ്പോൾ പുതപ്പും ബാക്കി സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാത്തിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്മെല്ലായിരിക്കണേ. അപ്പോൾ അതെല്ലാം ഞാനെടുത്തൊന്ന് അലക്കി കിട്ടോ. അപ്പോൾ ഓൾറെഡി പിള്ളേരുടെയും ഞങ്ങളുടെ ഡ്രസ്സൊക്കെ രാവിലെ തന്നെ ഞാൻ വെയിൽ തെളിഞ്ഞപ്പോഴത്തേക്കും വിരിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് അത് ഒരുമാതിരി ഉണങ്ങി കിട്ടി. അപ്പം ഞാൻ ഉണങ്ങിയത് അതിങ്ങ് പറക്കുവാണ്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ മഴയാവണതിന് മുമ്പ് ഇട്ട് ഉണക്കിയെടുക്കണമല്ലോ. എല്ലാം ഫുള്ള് അലക്കിയിട്ടോ, മെഷീനിലിടുവേ. കമ്പിളി അല്ലാതെ ഞങ്ങൾ 4 പേരുള്ളൂ, പക്ഷേ 4 കൂടുതൽ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ പിള്ളേർ ഓരോന്ന് പിള്ളേർ മാറി മാറി എടുത്തിടുവേ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓരെടുത്തിട്ട് അത് മാറി അടുത്തതെടുക്കും. അതുപോലെ തന്നെ ഈ ഷീറ്റയിലും സെറ്റിയിലും ചെയറയിലൊക്കെ ചവിട്ടി നമുക്കൊരു സ്മെല്ല് പോലെ തോന്നും, ഒരു ഇത്. പിന്നെ നമുക്ക് വെയിലത്ത് ഉണങ്ങിയെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അല്ലാണ്ട് ഇത്രയും ദിവസം ഇങ്ങനെ ഞാൻ അലക്കിയത് ഫുള്ളിങ്ങനെ വിരിച്ചിട്ടേക്കുമായിരുന്നു. അതിന്ന് ഫുള്ളൊന്ന് ഉണക്കിയെടുക്കാം ഇട്ടേക്കുവാണ്. എന്നാലല്ലേ വെയിലത്ത് ഉണങ്ങിയാലല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. പൊന്നൂസ് താഴെ നിൽക്കണ്ട കേട്ടോ. ഞാൻ വാർക്കപ്പൊക്കത്തിലേക്ക് പൊന്നൂനെ കൊണ്ടുവന്നില്ല. എന്നാടാ വരുവാ, പൊന്നു വിളിക്കുന്നില്ല. അമ്മ ഇവിടെ ഉണ്ടടാ. തുണി മൊത്തം ഒന്ന് വിരിച്ച് തീർക്കട്ടെ അമ്മ. ഇനി പില്ലോയും ബെഡും ഒന്ന് വെയിലത്തിടണം. അങ്ങനെ കുറേ അത്യാവശ്യം പെൻഡിങ് പണിയൊക്കെ തീർത്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ വിളിച്ചേ ഞാനെല്ലാം അലക്കിയപ്പോഴത്തേക്ക് മൂടിയിട്ടുണ്ടോ, ഉണങ്ങി കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്തേലും ആവട്ടെ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് കാപ്പിയുടെ കരിയിലൊക്കെ നന്നായിട്ട് ചാടിയിട്ടുണ്ട്. നല്ല ചപ്പ് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അടിച്ചു കളയാനൊന്നും ഇതുവരെ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതേ ഇന്നൊന്ന് അത് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പൊന്നൂന് ചൂല് വേണമെന്ന് പറഞ്ഞ് പൊന്നു ഭയങ്കര കരച്ചിലും ആയിരുന്നു. മുറ്റത്തിന് ചുറ്റും ചെറിയ മരങ്ങളോ അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകളൊക്കെ നടണയൊക്കെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പെൻഡിങ് പണിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊക്കോക്ക കഴിഞ്ഞ ആഴ്ച പറിച്ചൊന്നും പൊട്ടിക്കാൻ പറ്റിയില്ല. തുടക്കത്തിലേ മൂടലായിരുന്നല്ലോ, പിന്നെ അങ്ങ് മഴ തുടങ്ങി, അതുകൊണ്ട് പൊട്ടിക്കാനൊന്നും പറ്റില്ല. ഇപ്പം അധികം ഒരാഴ്ചയായി ഏകദേശം. അതിൻ്റെ തൊണ്ടൊക്കെ പിന്നെ ചീത്തയാവാൻ തുടങ്ങിയിട്ടോ ചിലത്. അപ്പോൾ ഏകദേശം നല്ല വിലയുള്ള സമയമൊക്കെ ആയിരുന്നു. ഇപ്പം അത്യാവശ്യം വിലയൊക്കെ 600 ശിഷ്ടം രൂപയൊക്കെ ആയിട്ടുണ്ടല്ലേ. അന്നേരം സാധനം ഇല്ല. പിന്നെ എന്നാ ചെയ്യണേ? മാറിക്ക മോനെ, മാറിയുന്നേ. അയ്യോ, ഇപ്പൊ കൊക്കൊക്കെ തിന്നണ്ട. പൊന്നൂനൊരു അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു പെൻഡിങ് ഈ കൊക്കൊക്കെ എന്നാ ചെയ്യണ്ടേ? കൊക്കൊക്ക ചീത്തയായി. കൊക്കൊക്ക
ഇത്ര ദിവസമായില്ലേ, ഒരാഴ്ച അയ്യോ അതന്നെ അങ്ങോട്ട് ഇട്ടേ. എടുത്താ പൊന്നും എടുത്ത് തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ പൊന്നു വഴക്കുണ്ടാക്കും കേട്ടോ. ഞാൻ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കും. അയ്യോ അങ്ങോട്ട് നീങ്ങിക്ക. നല്ലത് അമ്മ ഈ ചാക്കിലേക്ക് എടുത്തിടാവേ. ഇതെന്നാ പൊന്നോ, പൊന്നു ഏറും തുടങ്ങി. എറിയരുത്. ഇന്ന് എടുക്കുമ്പോ അമ്മ ഇനി ക്യാച്ച് പിടിക്കാനും കൂടെ പഠിക്കണോ? നിക്കണ്ട, എറിയല്ലേ, ഇട്ടോ പതിയെ. കൊക്കൊക്കെ പൊട്ടിക്കുമ്പോ അങ്ങനെ മടുപ്പ് തോന്നാറില്ല. കാരണം നമ്മുടെ പൊന്നൂസ് എന്തെങ്കിലുമൊക്കെ ഒരാകൃതി പൊന്നുവിന്റെ കാണും. അങ്ങനെയൊക്കെ ഞങ്ങൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും അല്ലേ പൊന്നോ? കൊക്കൊക്കെ പൊട്ടിക്കുമ്പോ ഇങ്ങനെ എടുത്ത് തന്നെ പൊന്നുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പൊന്നു നമ്മളൊരു കാര്യം ഓർത്തോ? എന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കിയോ നമ്മള്? ചോക്ലേറ്റ് ഉണ്ടാക്കാല്ലേ, ഒരു ദിവസം ഉണ്ടാക്കണം കേട്ടോ. കൊച്ചുണ്ടാക്കാൻ ഓർപ്പിച്ചാൽ മതി കേട്ടോ. ഇത്തിരി നന്നായിട്ട് വെയിലാവട്ടെ. വെയിലാവുമ്പോൾ നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. എല്ലായിടത്തേക്കൊക്കെ മഴയൊക്കെ മാറിയില്ലേ? ഇവിടെ ഏകദേശം നല്ല വെയിലെന്നൊക്കെ പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം വെയിലുണ്ട്. എല്ലായിടത്തേക്കും മഴയൊക്കെ മാറി വെയിലൊക്കെ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പൊന്നുകുട്ടിയുടെ മാവിയൊക്കെ ഏകദേശമൊക്കെ മാറി. ഏകദേശം അല്ല, മൊത്തം മാറി. ഇന്നല്ല ഇങ്ങനെ എറിഞ്ഞ അമ്മേനെ ബോളുകളെയും കൂടെ പഠിപ്പിക്കാന്ന് ഓർത്താണോ? ക്യാച്ച് പഠിക്കാൻ പഠിപ്പിക്കാന്ന് ഓർത്താണോ എറിഞ്ഞു തന്നത്? പൊന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടും അല്ലേ പൊന്നു? എന്നാലും ഒരു രസമുണ്ട്. അതുകൊണ്ടൊരു ബോറിങ് ഉണ്ടാവില്ല കേട്ടോ. അയ്യാ അതിലേക്ക് ഇടില്ലേ, നല്ലതല്ല അതിലേക്ക് ഇടുന്നത്. ചീഞ്ഞത് ഇവിടെ കിടക്കട്ടെ. ഇതെടുത്ത് ഞാൻ വേറെ എടുത്ത പൊന്നു വഴക്കുണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ വേറെ എടുക്കണില്ല. കണ്ടോ ഇതൊക്കെ കണ്ടോ, ഒരാഴ്ചയൊക്കെ ആയതുകൊണ്ട് കണ്ടോ പൂത്ത് പോയുണ്ട്. പൂത്ത് ഒരു കേട് വന്നുണ്ടോ അതിൻ്റെ തൊണ്ടിന്. അമ്മ റെഡി ആവട്ടെ, പിടിക്കാൻ വേണ്ടി റെഡി ആയിട്ടേ അറിയാം മോള്. അയ്യോ കുഞ്ഞുവിൻ്റെ ഇഷ്ടം, അവളുടെ സന്തോഷം. അമ്മച്ചേ എടി പൊന്നു, നീ വാ വിളിച്ച് ചിരിച്ചോണ്ടിരിക്കുവാണോ? ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് അതിൻ്റെ ഏറെ. കാരണം പൊന്നു ചേട്ടായി അവൻ എഡ്മിൻ പോയി കഴിയുമ്പോഴേ പിന്നെ അവൾക്കൊരു, അതുകൊണ്ട് അവനോട് പറയും ചേട്ടായി പോണ്ടാന്ന് ഇത് പറയും. എന്നാലും എന്നാ പോയി കഴിയുമ്പോൾ അവൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടുകയും ചെയ്യും, അവളുടെ കൂടെ കളിക്കുകയും ചെയ്യും, അങ്ങനെയെല്ലാം ചെയ്യും കേട്ടോ. അതുകൊണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല. എൻ്റെ പുറകെ എല്ലായിടത്തും കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതാണ് നിക്ക് അറിയില്ലേ? നീ അറിയണ്ട, ഇനി അമ്മയുടെ കൈ തന്നാൽ മതി. ഇത്ര നേരം എറിഞ്ഞല്ലേ മതിയില്ലേ? ഇത് എന്തിനു വേണ്ടിയാ? കൊക്കൊക്കെ പൊട്ടിക്കണേ എന്തിനു വേണ്ടിയാ? അപ്പാപ്പം വാങ്ങിക്കാൻ. കഴിഞ്ഞ ആഴ്ചയെന്ന് വെച്ചാൽ നമുക്ക് എന്തുവരെ മഴയുണ്ടെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. പൊട്ടിച്ചാൽ തന്നെ പുളിപ്പിച്ച് വെച്ചാൽ പിന്നെ ഉണങ്ങാൻ പറ്റിയില്ലെങ്കിലേ, അതുകൊണ്ടാണ് പൊട്ടിക്കാണ്ടിരുന്നത്. മഴ മാറിയില്ലെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് തന്നെ കൊടുക്കണ്ടേ. എങ്ങനെ കളയണോ? മുറ്റത്തൊന്നും ഇടല്ലേ, ഈച്ചയൊക്കെ വരും. മതി കൊണ്ടുപോവാ. അമ്മയുടെ കയ്യിൽ മണ്ണൊക്കെ പറ്റി, കൊച്ചിന്റെ കയ്യിൽ പറ്റും. പോയി കൈ കഴുകിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.